പക്ഷെ തിണ്ടൽക്കർ എത്ര ചാൻസാ കൊടുത്തത്? വൺ ഡേ ആവുമ്പോ അങ്ങനെയല്ലേ പറ്റൂ. അത് ശരിയാ, ഒരു ബാഡ് ബോളിന് വേണ്ടി എത്ര നേരം വെയിറ്റ് ചെയ്യാ. മാത്രമല്ല ഇത്രയും കൺസിസ്റ്റൻസി വേറെ ആരും കാണിച്ചതില്ലല്ലോ. നിന്റെ ക്യാമ്പിളി പോലും കാണിച്ചിട്ടില്ല കേട്ടോ. ഹലോ, ഇതെങ്ങനെ ഈ വഴിക്ക്? പാടില്ലേ? പാടുണ്ട്. ഞാൻ ഈ വഴിക്ക് പ്രതീക്ഷിച്ചില്ല. ഞാനൊരു ഫ്രണ്ടിനെ കണ്ടിട്ട് വരികയാണേ. വീട് ഇവിടെ അടുത്താണോ? അതിരിക്കട്ടെ, അന്ന് നാട്ടിൽ വെച്ച് കണ്ടപ്പോ SI ആണെന്ന് എന്നോട് കള്ളം പറഞ്ഞത് എന്തിനായിരുന്നു? അതൊരു തമാശ. പിന്നെ SI ടെസ്റ്റ് എഴുതിയിട്ടുണ്ടല്ലോ, ഏത് നിമിഷവും SI ആവും. അപ്പൊ കോളേജിന്റെ മുമ്പിൽ വെച്ച് SI ആയിട്ട് അഭിനയിച്ചതോ? കോളേജിൽ ഞാൻ നാടകങ്ങൾ അഭിനയിക്കാറുണ്ടല്ലോ, അതുപോലൊരു അഭിനയം. എങ്ങനെ ഉണ്ടായിരുന്നു? അഭിനയം ഇഷ്ടപ്പെട്ടോ? നമുക്ക് പോവാം. എനിക്ക് അഞ്ജുവിനോട് തനിച്ചൊന്ന് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. പോലീസുകാരൻ ആളൊരു ചുറ്റിക്കളിക്കാരനാണെന്ന് തോന്നുന്നു. നീ എന്താ ഇവിടെ? ഞാനിപ്പോ ഇവിടെയാ. ഡ്യൂട്ടി ഇല്ലേ? ഓഫാ. ഓഫ് എടുത്ത് പെമ്പിള്ളന്റെ പിറകെ നടക്കുകയാണല്ലേ? അതെ, നിന്റെ ഭരണമൊക്കെ സ്റ്റേഷനിൽ മതി. ഇനി വേണേ സത്യം കേട്ടോ, അഞ്ജുവിനെ എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു പറഞ്ഞു. എന്തിന്? കല്യാണം കഴിഞ്ഞിട്ടില്ലാത്തൊരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ടില്ലാത്തൊരു സുന്ദരനായ ചെറുപ്പക്കാരനെ കാണാൻ ആഗ്രഹിക്കുന്നത് എന്തിനാണെന്ന് അറിയാത്ത നീയൊക്കെ എവിടത്തെ പോലീസാണോ? ഇതൊന്നും ഞാൻ വിശ്വസിക്കാൻ പോണില്ല. വിശ്വസിക്കണ്ട, നിന്റെ പദവിയിലൊന്നും അവള് വീടില്ല. എന്നോട് അവൾ പറഞ്ഞത് കേൾക്കണം. ചാംസ് അട്രാക്ട് ദി ഐസ് ബട്ട് മെറിറ്റ് വിൻസ് ദ സോൾ. എന്ന് വെച്ചാൽ ഇംഗ്ലീഷാണ്. അർത്ഥം അറിയില്ലെങ്കിൽ പോയി ഡിക്ഷണറി നോക്കണം. ഓഹോ, അപ്പൊ ഇത്രയും നാൾ എന്നെ വഞ്ചിക്കായിരുന്നല്ലേ? വഞ്ചിക്കയോ? ഒന്നും പറയണ്ട. പ്രേമവും പരിചയം പുതുക്കലും ഒക്കെ പട്ടാപ്പകല് പൊതുവഴി വെച്ച് തന്നെ വേണോ? പബ്ലിക് റോഡിൽ ആൾക്കാർ കാണുമെന്നുള്ള വിചാരം പോലും ഇല്ലാതെ ആ കോൺസ്റ്റബിളുമായിട്ട് എന്താ ഒരു തമാശ? ഭാഗ്യേട്ടൻ എന്തൊക്കെയാ പറയണേ? ദേ, എന്നെ വെറും മണ്ടനാക്കരുത് നീ. എന്താ ഇവിടെ രണ്ടുപേരും കൂടെ ബഹളം? എനിക്കൊന്നും അറിയില്ല. ഭാഗ്യേട്ടൻ വന്ന് എന്തൊക്കെയോ പിച്ചും പേയും പറയാ. എന്താണ് നിനക്ക്? ചോര കുഞ്ഞ് പെണ്ണാണെന്ന് അറിഞ്ഞ അന്ന് രാത്രി മുതുമുത്തച്ഛന്മാർക്ക് കൊടുത്ത വാക്ക് അമ്മായി മറന്നുപോയോ? അതൊക്കെ ഇപ്പോഴെന്തിനാ വിളിച്ചു കൂവുന്നത്? ഇനിയും വിളിച്ചു കൂവില്ലെങ്കിൽ കുറുക്കന് വെച്ചത് കുറുനരി കൊണ്ടുപോകും. നീ ഇങ്ങനെ ശല്യം ചെയ്യാതെ അവിടെ നിന്ന് പഠിച്ചോട്ടെ. തൽക്കാലം എന്റെ ചന്ദ്രമതി അമ്മായി ഒന്ന് അകത്തേക്ക് പോയേ. എനിക്ക് അഞ്ജുവിനോട് 5 മിനിറ്റ് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. അകത്ത് പോകാൻ. ഈ എന്നെ ഓർമ്മയുണ്ടോ? എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കണേ? ഇല്ല, നീ മറന്നു. പണ്ട് നീ എന്റെ ബാല്യകാല സഖിയായിരുന്നപ്പോ നിനക്കിഷ്ടപ്പെട്ട മാമ്പഴം പറിച്ചു തരാൻ വേണ്ടി മൂവണ്ട മാവിന്റെ മേലെ കയറി കൊമ്പൊടിഞ്ഞ് താഴെ വീണ കഥയോർത്ത് നിനക്ക് പൊട്ടിച്ചിരിക്കാൻ ഇപ്പൊ പറ്റില്ല. തുമ്പിയെ പിടിച്ചെന്നതും മണ്ണപ്പം ചുട്ട് എന്നതും ഒക്കെ നീ മറന്നു. കടമിഴി കോണിൽ കടാക്ഷമൊളിപ്പിച്ചു വെച്ച് ഇംഗ്ലീഷിൽ നീ അവനോട് എന്താ പറഞ്ഞത്? ഇംഗ്ലീഷിലോ? അതെ, ഇംഗ്ലീഷിൽ. ഒന്ന് വിളിക്കാൻ നോക്കണ്ട. ചാംസ് അട്രാക്ട് ദി ഐസ് ബട്ട് മെറിറ്റ് വിൻസ് ദ സോൾ. എന്താണ് അതിന്റെ അർത്ഥം എന്നറിയോ? അറിയാമോന്ന്? എനിക്കറിയില്ല. ഞാൻ പറഞ്ഞുതരാം. പുറമോടി കണ്ണുകളെ ആകർഷിക്കുന്നു, പക്ഷേ ഗുണമേന്മ ആത്മാവിനെ കീഴടക്കുന്നു. ചേർത്ര വേടാതിനെ ഇംഗ്ലീഷിൽ കാണാതെ പഠിച്ചു വന്ന് പഠിക്കുന്ന പെണ്ണിനെ ശല്യം ചെയ്യുന്നോടാ. അമ്മാവൻ ഞാൻ പറഞ്ഞതല്ല, അത് പിന്നെ നിന്റെ അച്ഛൻ പറഞ്ഞാണോ? ചത്തു എന്റെ അച്ഛനെ കുറിച്ചൊന്നും പറയാം. ഇവിടെ വാടാ, ഞാൻ പറഞ്ഞത് ഇവിടെ വാടാ. എടാ, പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു MBBS സീറ്റിന് എത്ര ലക്ഷം ചോദിക്കുന്നറിയോ? അതുണ്ടാക്കാൻ പെടാപ്പാട് പെടുമ്പോഴേ അവന്റെ ഒടുക്കത്തെ ഒരു ഇംഗ്ലീഷ് പ്രേമം. ചോരക്കുഞ്ഞ് പെണ്ണാണെന്ന് അറിഞ്ഞ അന്ന് രാത്രി മുതുമുത്തച്ഛന്മാർക്ക് അമ്മാവൻ ഒരു കാര്യം മനസ്സിലാക്കണം. 47 കോൺസ്റ്റബിൾമാർ മത്സരിച്ച് സല്യൂട്ട് ചെയ്യുന്ന ഒരു SI-യോടാണ് അമ്മാവൻ ഇത്തരത്തിൽ ഇൻഡീസെന്റ് ആയിട്ട് പെരുമാറുന്നത്. പോടാ. എടാ, നീ എങ്ങനെ SI ആയെന്ന് എനിക്കല്ലേ അറിയൂ. വകുപ്പ് മന്ത്രിക്ക് ഈ കൈ കൊണ്ട് ഞാനല്ലേ കോഴി എണ്ണി കൊടുത്തത്. അമ്മാവനും അധികം ആളാവണ്ട. തെക്കേതിലെ 5.5 ഏക്കർ വിറ്റ് കൈക്കൂലി കൊടുത്തിട്ടല്ലേ മുത്തച്ഛൻ അമ്മാവനെ ഡോക്ടർ ആക്കിയത്. ഇപ്പൊ ഡോക്ടർ രാഘവ് MBBS MS ഗവൺമെന്റ് ചീഫ് സർജൻ. ഇതാര് പറഞ്ഞു? ഞാൻ അറിഞ്ഞു. എങ്കിലൊരു കാര്യം ചെയ്യാം, ഈ കോഴക്കാര്യം നമ്മൾ പരസ്പരം പറയണ്ട. അങ്ങനെ എല്ലാ കാര്യത്തിലും നമുക്കൊരു സഹകരണവും സമാധാന സന്ധിയും ആവാം. ഇതെന്താ ഇവിടെ രണ്ടാളും കൂടെ? ഒന്നുമില്ല അമ്മായി, ഈ കോഴക്കാര്യത്തിൽ അമ്മായി ഈ അമ്മാവന് കോഴിക്കട്ട ഭയങ്കര ഇഷ്ടമാണല്ലോ. ഈ നെല്ലിലെ അരിയും തേങ്ങയൊക്കെ നല്ലപോലെ ചേർത്ത് കുഴച്ച് കോഴിക്കട്ട ഉണ്ടാക്കിയ അമ്മാവ് വിഴുങ്ങിക്കോളും. ഇല്ലേ അമ്മാവ? വിഴുങ്ങും. കണ്ട, എനിക്ക് രണ്ടെണ്ണം എടുത്തോ.